കോൺഷ്യസ്ലി കൊടുക്കാതിരിക്കുന്ന സമയത്താണ് നിങ്ങളുടെ ബ്രെയിൻ ഇത് നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് ഡിസ്ട്രാക്ഷൻസ് ഒക്കെ മാറ്റിയിട്ട് ഒന്ന് ഫോക്കസ്ഡ് ആയിട്ട് പോവുക എന്നുള്ളത് പറ്റും. ക്രിട്ടിക്കൽ കമ്മ്യൂണിക്കേഷൻ സ്കിൽ എന്ന് പറയും. ലാസ്റ്റ് സെഷനിൽ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നത് എങ്ങനെ നമ്മൾ സ്ട്രാറ്റജിക്കൽ ആയിട്ട് ചിന്തിക്കാം എന്നുള്ള കാര്യത്തെ പറ്റിയിട്ടാണ്. ലൈഫിൽ നമ്മൾ ഇനി അടുത്തതായിട്ട് ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് നമുക്ക് പോകണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ട രണ്ട് കാര്യങ്ങളിൽ ഒന്നാണ് സ്ട്രാറ്റജിക്കൽ തിങ്കിങ് എന്നുള്ളതും മറ്റൊന്നാണ് ക്രിട്ടിക്കൽ കമ്മ്യൂണിക്കേഷൻ സ്കിൽ എന്നുള്ളതും. എന്താണ് ക്രിട്ടിക്കൽ കമ്മ്യൂണിക്കേഷൻ സ്കിൽ എന്ന് ചോദിക്കുകയാണെങ്കിൽ, പല ഷുഗർ കോട്ടഡ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻസ് നമ്മളെ കൊണ്ട് സംസാരിക്കാനായിട്ട് പറ്റുന്നുണ്ടാവും. അതായത് നിങ്ങൾ അടിപൊളിയാണ്, നിങ്ങൾക്ക് ഇത് ചെയ്തു തരാം, അങ്ങനെ ഭയങ്കര നല്ല റിലേഷൻഷിപ്പുകളെയൊക്കെ നല്ല രീതിയിൽ കൊണ്ടുപോകുന്ന കമ്മ്യൂണിക്കേഷൻസ് ഒക്കെ എല്ലാവരെ കൊണ്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടാവും. പക്ഷേ ക്രിട്ടിക്കൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ള, ഈവൻ ബുദ്ധിമുട്ടായിട്ട് തന്നെ ഫീൽ ചെയ്യുന്ന പല കാര്യങ്ങളും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഈ ക്രിട്ടിക്കൽ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് നമ്മളിൽ വർക്ക് ആവണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിനു മുൻപ് നമ്മൾ മറ്റൊരു കാര്യം അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. ഡോപ്പമീൻ ചാനലൈസിങ് അല്ലെങ്കിൽ ഡോപ്പമീൻ സേവിങ് എന്നുള്ള ഒരു കാര്യം. എന്താണ് ഡോപ്പമീൻ സേവിങ് എന്നുള്ളത് ഞാൻ ക്രിട്ടിക്കൽ കമ്മ്യൂണിക്കേഷൻ സ്കില്ലിലേക്ക് വരുന്നുണ്ട്. പക്ഷെ അതിനു മുൻപ് നമ്മൾ ഏറ്റവും അത്യാവശ്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് നമ്മളുടെ ഡോപ്പമീൻ ചാനലൈസിങ് ആൻഡ് ഡോപ്പമീൻ സേവിങ് എന്നുള്ളത്. നിങ്ങൾ നാച്ചുറലി നിങ്ങളുടെ ഡോപ്പമീൻ ഇംപ്രൂവ് ചെയ്യാനായിട്ട് ആവശ്യമായിട്ടുള്ള, നിങ്ങൾക്ക് ഡോപ്പമീൻ ലഭിക്കാനായിട്ട് ആവശ്യമായിട്ടുള്ള ആക്ടിവിറ്റീസ് നിങ്ങൾ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ റോങ് ആയിട്ടുള്ള പല കാര്യങ്ങളിൽ നിന്ന് ഈ ഡോപ്പമീൻ എന്നുള്ളത് എടുക്കാനായിട്ട് തുടങ്ങും. അതായത് നമുക്ക് നാച്ചുറലി ഡോപ്പമീൻ ക്രിയേറ്റ് ആവുന്ന കാര്യങ്ങളിൽ നിന്ന് നമ്മൾ പ്രോപ്പർ ആയിട്ട് ഈ ഡോപ്പമീൻ എടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ, അത് ഡോപ്പമീന്റെ സേവിങ്സ് നമ്മളുടെ ഉള്ളിൽ നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ, നമ്മൾ പല നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളിൽ നിന്നും നമ്മൾ ട്രിഗർ ആയിട്ട് ഡോപ്പമീൻ എടുക്കാൻ തുടങ്ങുക എന്നുള്ള ഒരു സാഹചര്യം നമ്മളുടെ ലൈഫിൽ ഉണ്ടാവും. എന്താണ് ഡോപ്പമീൻ സേവിങ്? ഇപ്പോ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി നിങ്ങളെ മെന്റലി ഒരു നല്ല ഒരു കാര്യമാണെന്ന് വിചാരിക്കുക. ചിലപ്പോൾ അത് ഡാൻസിങ് ആയിരിക്കാം, നിങ്ങളുടെ ഒരു നല്ലൊരു ഹോബി ആയിരിക്കാം, അത് ഡാൻസിങ് ആയിരിക്കാം, സിംഗിങ് ആയിരിക്കാം. അതേപോലെ നിങ്ങൾക്ക് ഏറ്റവും നിങ്ങളെ ഒരു നെക്സ്റ്റ് ഹാപ്പി സ്റ്റേറ്റിലേക്ക് കൊണ്ടുപോകുന്ന എന്ത് കാര്യം വേണമെങ്കിലും ആയിരിക്കാം. അത് വരയ്ക്കലായിരിക്കാം, അത് ക്രിക്കറ്റ് കളിക്കുന്നതായിരിക്കാം, അങ്ങനെ പല കാര്യങ്ങളും ആയിരിക്കാം. ഈ കാര്യങ്ങള് നമ്മൾ മിസ് ചെയ്യുന്ന സമയത്ത് ഇതിനെയാണ് നമ്മളുടെ ഹോബി എന്ന് പറയാം. ഈ ഹോബീസ് ചെയ്യുമ്പോൾ നമ്മളുടെ ഉള്ളില് അത്രയും ഹാപ്പിനെസ് എന്നുള്ള ഒരു കാര്യം ക്രിയേറ്റ് ആവുന്നുണ്ടാവും. ഈ ഹോബി നമ്മൾ അവോയ്ഡ് ചെയ്യുന്ന സമയത്ത് എന്താണ് ശരിക്കും നമ്മളുടെ ഉള്ളിൽ സംഭവിക്കുന്നത്? ഈ ഡോപ്പമീൻസ് എന്നുള്ളത് നമ്മളുടെ തലയ്ക്കകത്ത് നോർമലി ഉണ്ടാവുന്ന രീതിയിൽ ഉണ്ടാവുന്നുണ്ടാവില്ല. അതായത് നോർമലി ഒരു 10 ഡോപ്പമീൻ ക്രിയേറ്റ് ആവേണ്ട പല ഏരിയയിലും ഒരു 2 or 3 ഒക്കെ ആയിരിക്കും ക്രിയേറ്റ് ആവുന്നുണ്ടാവുക. ഇന്നത്തെ ദിവസം ബ്രോയ്ക്ക് ഇപ്പൊ ഇഷ്ടമുള്ള ഒരു കാര്യം എന്ന് വിചാരിക്കുക, നല്ലൊരു ഹോബി, അത് ക്രിക്കറ്റ് കളിക്കുക എന്നുള്ളതാവാം, ഫുട്ബോൾ എന്നുള്ളതാവാം, ഡാൻസിങ്, സിംഗിങ്, ആർട്ട്, അങ്ങനെയുള്ള പലതും ആവാം. അത് നമ്മൾ കഴിഞ്ഞ കുറെ ദിവസമൊക്കെ ആയിട്ട് നമ്മൾ ഇങ്ങനെ വർക്കിന്റെ സ്ട്രെസ്, ബിസിനസിന്റെ സ്ട്രെസ് എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഇങ്ങനെ ചെയ്യാതിരിക്കുകയാണ്. അങ്ങനെ അത് നമ്മൾ ചെയ്യാതിരിക്കുന്ന സമയത്ത് ഇതിൽ നിന്ന് നമ്മളുടെ ബ്രെയിനിൽ ക്രിയേറ്റ് ആവുന്ന കെമിക്കൽസിന്റെ ലെവല് എന്നുള്ളത് 2, 3 ഒരു ചെറിയ ലെവലിൽ മാത്രമേ നമ്മളുടെ തലയ്ക്കകത്ത് ഒരു ഡോപ്പമീൻ പ്രൊഡക്ഷൻ എന്നുള്ളത് നടക്കുള്ളൂ. പോസിറ്റീവ് ആയിട്ടുള്ള പല കാര്യങ്ങളും, ചെയ്യേണ്ട കാര്യങ്ങള് നമ്മൾ ചെയ്യാതിരിക്കുന്ന സമയത്ത് നമ്മളുടെ ബ്രെയിനകത്ത് ഡോപ്പമീൻ പ്രൊഡക്ഷൻ എന്നുള്ളത് നാച്ചുറൽ ആയിട്ടുള്ള
നല്ല രീതിയിലുള്ള ഡോപ്പമീൻ പ്രൊഡക്ഷൻ എന്നുള്ളത് കുറയും. അങ്ങനെ കുറയുന്ന സമയത്താണ് നമ്മൾ ഇങ്ങനെ പല ഫോൺ അഡിക്ഷൻ അല്ലെങ്കിൽ മറ്റുള്ള ആളുകളുമായിട്ട് കണക്ട് ആവുക, അങ്ങനെയുള്ള മറ്റു പല അഡിക്ഷൻസിലേക്ക് നമ്മൾ ഇങ്ങനെ പോകുന്നത്. നിങ്ങളുടെ ഹോബിയുടെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് നിങ്ങളിൽ പലരും പറയുന്നത് എനിക്ക് അതിനുള്ള ടൈം ഇല്ല, വർക്ക് സ്ട്രെസ് ആണ്, വർക്കിന്റെ ഷെഡ്യൂള് അങ്ങനെയാണ്. പക്ഷേ ഇത് കാരണം നിങ്ങളുടെ ബ്രെയിനിൽ വേണ്ട നാച്ചുറൽ ഡോപ്പമീൻ ക്രിയേറ്റ് ചെയ്യാനായിട്ട് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന പല കാര്യങ്ങൾ നിങ്ങൾ അവോയ്ഡ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ബ്രെയിനിന് എന്തായാലും അത് വേണം. അങ്ങനെ നിങ്ങൾ കോൺഷ്യസ്ലി കൊടുക്കാതിരിക്കുന്ന സമയത്താണ് നിങ്ങളുടെ ബ്രെയിൻ ഇത് നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് എടുക്കാൻ തുടങ്ങുന്നത്. അപ്പൊ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മള് ചില നോൺ നെഗോഷ്യബിൾ ഹാബിറ്റ്സ് എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങണം. ഒരിക്കലും മിസ്സാക്കില്ല എന്ന് ഉറപ്പ് പറയുന്ന ചില ശീലങ്ങൾ, ഇതിനെയാണ് നോൺ നെഗോഷ്യബിൾ ഹാബിറ്റ്സ് എന്ന് പറയാം. അതിൽ ഫസ്റ്റ് വൺ, നിങ്ങൾക്ക് എന്താണ് ഏറ്റവും കൂടുതൽ നിങ്ങളുടെ ബ്രെയിനകത്ത് ആ ഒരു ഹാപ്പിനെസ് തരുന്നത് അത് എഴുതുക. വൺ, അത് നിങ്ങൾ മുൻപ് നിങ്ങളുടെ ചെറുപ്പത്തിൽ ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യമായിരിക്കാം. ഇങ്ങനെ മൊബൈലും ആയിട്ട് ഭയങ്കര എൻഗേജ് ആവുക എന്നുള്ളതല്ലാതെ എന്താണ് നാച്ചുറലി നിങ്ങൾക്കൊരു ഹാപ്പിനെസ് തന്നുകൊണ്ടിരുന്നത് അത് തിരിച്ചു കൊണ്ടുവരിക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ തിരിച്ചു കൊണ്ടുവരാതെ, അത് ഡാൻസിങ് എന്നുള്ളതായിരിക്കാം, സിംഗിങ് എന്നുള്ളതായിരിക്കാം, മറ്റെന്തെങ്കിലും സ്പോർട്സ് എന്നുള്ളതായിരിക്കാം, നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ എന്നുള്ളതായിരിക്കാം, ചിലപ്പോൾ നിങ്ങൾ റെഗുലർ ആയിട്ട് നിങ്ങളുടെ പല സ്പിരിച്വൽ പ്രാക്ടീസസ് ചെയ്യുക എന്നുള്ള ഒരു കാര്യമായിരിക്കാം. ഇതിൽ എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിന്ന് ഇപ്പൊ മിസ്സായിട്ടുണ്ട്. ഈ മിസ്സായ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ വീണ്ടും പ്ലാൻ ചെയ്യാതെ നമുക്ക് ഒരു ഹെവി സക്സസ് എന്നുള്ളത്, നമുക്ക് ഈ ഡിസ്ട്രാക്ഷൻസ് ഒക്കെ മാറ്റിയിട്ട് ഒന്ന് ഫോക്കസ്ഡ് ആയിട്ട് പോവുക എന്നുള്ളത് പറ്റുന്നുണ്ടാവില്ല. അപ്പോ നമ്മൾ ഈ ഹോബീസിനെ ഒക്കെ ഒരു സമയത്ത് നിങ്ങൾ അത്രയും പ്ലഷർ ആക്കി മാറ്റിയ, നിങ്ങൾക്ക് അത്രയും ഹാപ്പിനെസ് തന്നുകൊണ്ടിരുന്ന നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങളെയൊക്കെ ഒരിക്കലും ഒരു ടൈം വേസ്റ്റ് എന്നുള്ള രീതിയിൽ പറഞ്ഞ് കാണാതിരിക്കുക. ഇപ്പൊ നമ്മൾ ബിസിനസ് ചെയ്ത് വലിയ ബിസിനസ്സുകാരനായിരിക്കാം, ഇപ്പൊ നമ്മൾ ജോലിക്ക് പോയിട്ട് നല്ല ജോലിയുടെ സ്ട്രെസ് എന്നുള്ളതൊക്കെ നമുക്ക് ഉണ്ടാവാം. പക്ഷേ എന്നാലും നമ്മളുടെ ലൈഫിൽ നമുക്കൊരു ഹാപ്പിനെസ് തന്നുകൊണ്ടിരുന്ന പല കാര്യങ്ങൾ ഉണ്ടാവും, എല്ലാവരുടെ ലൈഫിലും ഉണ്ടാവും. അത് എന്റെ കാര്യത്തിൽ അതെനിക്ക് ഡാൻസിങ്, സിംഗിങ് എന്നുള്ള കാര്യമാണ്, മറ്റുള്ള നല്ല ഫ്രണ്ട്സുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ള കാര്യമാണ്. ഈ കാര്യങ്ങൾ ഞാൻ പ്രോപ്പർ ആയിട്ട് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ എന്റെ ബ്രെയിന് ഡോപ്പമീൻ എന്നുള്ളത് മറ്റു പല ഏരിയാസിൽ നിന്നും എടുക്കാനുള്ള ടെൻഡൻസി എന്നുള്ളത് എന്നോട് കാണിക്കാറുണ്ട്. ഇങ്ങനെ ഈ കാര്യങ്ങൾ ഞാൻ ചെയ്യാതിരിക്കുന്ന സമയത്താണ് എനിക്ക് ഈ പോൺ, വിമൺ അങ്ങനെയുള്ള രീതിയിലുള്ള ടെൻഡൻസി ഒക്കെ എൻ്റെ ഉള്ളിൽ കൂടുതലായിട്ട് ഉണ്ടാവുന്ന പോലെ ഞാൻ ഫീൽ ചെയ്തിട്ടുള്ളത്. ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ റെഗുലർ ആയിട്ട് ചെയ്യാണ്. എൻ്റെ ഹോബി എന്താണോ അത് ഞാൻ റെഗുലർ ആയിട്ട് ചെയ്യാണ്. ഇത് ചെയ്യുന്ന സമയത്ത് എന്തായിരിക്കും അറിയോ സംഭവിക്കുക? നമുക്ക് വേണ്ട, അത് നമ്മളെ അത്രയും ഹാപ്പി ആക്കുന്ന ഒരു കാര്യം ആവുന്നതുകൊണ്ട് നമുക്ക് വേണ്ട ആ ഒരു ഡോപ്പമീന്റെ സ്റ്റോക്കേജ് എന്നുള്ള ഒരു കാര്യം നമ്മളുടെ ഉള്ളില് ഓട്ടോമാറ്റിക്കലി നടക്കുന്നുണ്ടാവും. അടുത്ത ഇത്ര ദിവസത്തിലേക്ക് വേണ്ട ഡോപ്പമീൻ സ്റ്റോക്കേജ് എന്നുള്ളത് നമ്മളുടെ തലയ്ക്കകത്ത് സംഭവിക്കുന്നുണ്ടാവും. അപ്പൊ പിന്നെ നമ്മള് ഡോപ്പമീൻ തേടിയിട്ട് ട്രിഗർ ആയിട്ട് അടുത്തടുത്ത കാര്യങ്ങളിലേക്ക് പോവുക എന്നുള്ളത് നമ്മളിൽ നിന്ന് ഉണ്ടാവുന്നുണ്ടാവില്ല. അതിനുള്ള ടെൻഡൻസി എന്നുള്ളത് നമ്മളിൽ കുറവായിരിക്കും. അത് നിങ്ങൾക്ക് എക്സസൈസ് ചെയ്യുന്ന സമയത്തായിരിക്കാം. എന്താണോ നിങ്ങളുടെ ലൈഫിൽ ഒരു സമയത്ത് നിങ്ങൾക്ക് അത്രയും ഹാപ്പിനെസ് തന്നുകൊണ്ടിരുന്ന ഒരു കാര്യം, അത് ചെറുപ്പത്തിലായിരിക്കാം, അത് ചില ചെടികൾ വളർത്തുക എന്നുള്ളതായിരിക്കാം, ചില പെറ്റുകൾ വളർത്തുക എന്നുള്ളതായിരിക്കാം, പൂച്ച, ഡോഗ്സ്, നല്ല ഒരു കടയിൽ പോയിട്ട് ഇരുന്ന് ചായ കുടിക്കുക എന്നുള്ളതായിരിക്കാം, ചിലപ്പോ പ്രായമായിട്ടുള്ള ആളുകളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളതായിരിക്കാം, നിങ്ങളുടെ പഴയ ഫ്രണ്ട്സിനെ വിളിച്ചിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളതായിരിക്കാം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യാതിരിക്കുന്ന സമയത്ത് നമ്മളുടെ ഉള്ളില് ഈ ഒരു ഡോപ്പമീൻ സ്റ്റോക്കേജ് എന്നുള്ളത് ലിമിറ്റ് ആവും, കുറയും, ഡ്രൈ ആവും, ഡ്രെയിൻ ആവും നമ്മള്.
അത് ചിലപ്പോ ഫുട്ബോൾ കളിക്കുക, വോളിബോൾ കളിക്കുക, ഷട്ടിൽ കളിക്കാൻ പോവുക, എന്ത് വേണമെങ്കിലും ആവാം. ഇതൊന്നും നമ്മൾ ചെയ്യാതിരിക്കുന്ന സമയത്ത് ഡോപ്പമീൻ ബാറ്ററി എന്നുള്ളത് ഭയങ്കരമായിട്ട് ഡ്രെയിൻ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റിലേക്ക് എത്തി നിൽക്കും. ഇതിങ്ങനെ ഡ്രെയിൻ ആയിട്ടുള്ള സ്റ്റേറ്റിലേക്ക് എത്തി നിൽക്കുമ്പോ ഈ ബാറ്ററിക്ക് ചാർജ് ആവാൻ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. അപ്പോഴാണ് നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെയുള്ള പല വീഡിയോസും ഒക്കെ കാണുന്നത്. പോൺ വീഡിയോസും സ്മോക്കിങ്ങും അങ്ങനെയുള്ള പല കാര്യങ്ങൾ നമ്മളുടെ മുന്നിൽ ഒരു ഓപ്ഷൻ ആയിട്ട് വരുന്നത്. അപ്പൊ നമ്മളുടെ ബ്രെയിൻ എന്ത് ട്രിഗർ ചെയ്യും? ശരി, അപ്പൊ ഇതിൽ നിന്ന് എടുക്ക് എന്നുള്ള രീതിയിൽ പറഞ്ഞ് നമ്മളെ ട്രിഗർ ചെയ്യും. അപ്പൊ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താ? ചില നോൺ നെഗോഷ്യബിൾ എന്നുള്ള രീതിയിൽ നമ്മൾ ചില കാര്യങ്ങൾ സെറ്റ് ചെയ്യുക. ഒന്ന്, പ്രോപ്പർ ആയിട്ടുള്ള സ്ലീപ്പ്. ഈ പ്രോപ്പർ സ്ലീപ്പ് എന്നുള്ളത് നമ്മൾ അവോയ്ഡ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ബ്രെയിൻ നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ അടുത്ത ദിവസം പ്രവർത്തിക്കണം എന്നുള്ളതില്ല. നമ്മളുടെ ചിന്തകളിലും നമ്മളുടെ തീരുമാനങ്ങളും ഒരു ക്വാളിറ്റി ഇല്ലാത്ത തീരുമാനങ്ങളൊക്കെ ആയിട്ട് മാറും. അപ്പോ ചില നോൺ നെഗോഷ്യബിൾസ് സെറ്റ് ചെയ്യുക. അതിൽ ഫസ്റ്റ് വൺ എന്നുള്ളത് ഈ ഒരു പ്രോപ്പർ സ്ലീപ്പ്. പിന്നെ അതേപോലെ നിങ്ങളുടെ ഹോബീസ്, എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ റെഗുലർ ആയിട്ട് ചെയ്യാൻ പോകുന്നത്, നിങ്ങൾ മിസ് ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാണ്, അത് നിങ്ങളുടെ ലൈഫിൽ വീണ്ടും തിരികെ കൊണ്ടുവരിക. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നമ്മളുടെ ബ്രെയിനിലേക്ക് വേണ്ട ആ ഒരു ഡോപ്പമീൻ സ്റ്റോക്കേജ് എന്നുള്ള ഒരു കാര്യം സംഭവിക്കും. ഇനി അടുത്തത് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ക്രിട്ടിക്കൽ കമ്മ്യൂണിക്കേഷൻ സ്കിൽ. ഇതിനെ പറ്റിയിട്ടാണ്. ഇത് നമ്മൾ റെഗുലർ ആയിട്ട് പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു കാര്യമാണ് ക്രിട്ടിക്കൽ കമ്മ്യൂണിക്കേഷൻ സ്കിൽ എന്നുള്ളത്. ക്രിട്ടിക്കൽ കമ്മ്യൂണിക്കേഷൻ സ്കിൽ നമ്മൾ ഷുഗർ കോട്ടഡ് ആയിട്ടുള്ള പല കമ്മ്യൂണിക്കേഷൻസ് ചെയ്യുക എന്നുള്ളത് നമ്മളെല്ലാവർക്കും പോസിബിൾ ആണ്. അത് നമ്മളെ ഹേർട്ട് ചെയ്യോ ബാധിക്കോ ഒന്നും തന്നെ ചെയ്യുന്നുണ്ടാവില്ല. നമ്മള് പല ഭാഗങ്ങളിലും, അത് നമ്മളുടെ കൊളീഗ്സിനോടായിരിക്കാം, നമ്മളുടെ വീട്ടിലായിരിക്കാം, നമ്മളുടെ റിലേഷൻഷിപ്പിലായിരിക്കാം, പല റിലേഷൻഷിപ്പും ബ്രേക്കപ്പ് ആവാനുള്ള അല്ലെങ്കിൽ ഒരു റോങ് ആയിട്ടുള്ള രീതിയിൽ എൻഡ് ആവാനുള്ള വൺ ഓഫ് ദ മെയിൻ റീസൺ എന്നുള്ളത് ചെയ്യേണ്ട സമയത്ത് ചില ക്രിട്ടിക്കൽ കമ്മ്യൂണിക്കേഷൻ അതിനകത്ത് നടക്കാത്തത് കൊണ്ടാണ്. അപ്പൊ എന്താണ് ക്രിട്ടിക്കൽ കമ്മ്യൂണിക്കേഷൻ? ക്രിട്ടിക്കൽ കമ്മ്യൂണിക്കേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ മടിക്കുന്ന, നമ്മളിൽ ഒരു അൺകംഫർട്ട്നെസ് ഉണ്ടാക്കുന്ന, പക്ഷേ ചെയ്തു കഴിഞ്ഞാൽ വളരെ നന്നാവും, അതാണ് റൈറ്റ് ആയിട്ടുള്ള ഒരു ദിശയിലേക്ക് നമ്മളെ മൂവ് ചെയ്യിക്കുക എന്ന് നമുക്ക് തോന്നുന്ന ആ കമ്മ്യൂണിക്കേഷൻ നമ്മൾ പ്രോപ്പർ ആയിട്ട് ചെയ്യുക എന്നുള്ളതിനെയാണ് ക്രിട്ടിക്കൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. നിങ്ങൾ ഒരു ബിസിനസ്മാൻ ആവണം എന്നുണ്ടെങ്കിലോ, നിങ്ങൾ ഒരു ലീഡർ ആയിട്ട് മാറണം എന്നുണ്ടെങ്കിലോ, ഈ ഒരു സ്കില്ല് എന്നുള്ളത് നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒന്നാണ്. ഒരുപാട് റിലേഷൻഷിപ്പുകൾ മെയിൻറ്റെയിൻ ചെയ്യാൻ തന്നെ ഈ ഒരു ക്രിട്ടിക്കൽ കമ്മ്യൂണിക്കേഷൻ സ്കിൽ എന്നുള്ളത് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. ഹായ് ബ്രോ, ഇപ്പൊ നിങ്ങൾ കണ്ട ഈ ഒരു വീഡിയോ എന്നുള്ളത് നമ്മളുടെ നോഫാബ് കമ്മ്യൂണിറ്റിക്കകത്ത് ഞാൻ റെഗുലർ ആയിട്ട് നൽകി വരുന്ന ട്രെയിനിങ്ങിന്റെ ഒരു ചെറിയ ഭാഗം മാത്രമാണ്. ഇതുപോലത്തെ ഇൻഡെപ്ത് സെഷൻസ് നമ്മളുടെ നോഫാബ് കമ്മ്യൂണിറ്റിക്കകത്ത് ഞാൻ റെഗുലർ ആയിട്ട് തന്നെ നൽകി വരുന്നുണ്ട്. നിങ്ങൾ സ്വന്തമായിട്ട് എന്ത് തന്നെ പരിശ്രമിച്ചിട്ടും ഈ ഒരു ചലഞ്ചിൽ നിങ്ങൾക്ക് സക്സസ്ഫുൾ ആവാനായിട്ട് പറ്റുന്നില്ല, നിങ്ങളുടെ ആ ഒരു കോൺഫിഡൻസ്, ഫോക്കസ് റീബിൽഡ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ഈ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാം. ഒരു ട്രാൻസ്ഫോർമേഷൻ എന്നുള്ളത് എനിക്ക് സീരിയസ് ആയിട്ട് വേണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോക്കസ്, കൺസിസ്റ്റൻസി, ഡിസിപ്ലിൻ എന്നുള്ള കാര്യങ്ങളെ റീബിൽഡ് ചെയ്യുന്ന കാര്യത്തിൽ നിങ്ങൾ അത്രയും സീരിയസ് ആണെങ്കിൽ മാത്രം ഡിസ്ക്രിപ്ഷനിലും പിൻ കമന്റിലും ആയിട്ട് നമ്മളുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് നൽകുന്നുണ്ട്. നമുക്ക് മെസ്സേജ് ചെയ്തേക്കുക.